സാലറി ചലഞ്ചിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരോട് പ്രതികാര നടപടി തുടർന്ന് സർക്കാർ. 4000-ഓളം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജൂൺ മാസത്തിലെ ശമ്പളം തടഞ്ഞുവെച്ചിട്ട് 19 ദിവസം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാരുടെ വിഹിതം പിരിച്ചു നൽകാത്തവരോടാണ് സർക്കാരിന്റെ ക്രൂരത. വിവരങ്ങളുമായി പ്രജിത്ത് ചേരുകയാണ്. പ്രജിത്ത്, ഈ സാലറി ചലഞ്ചിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരോട് പ്രതികാര നടപടി തുടരുകയാണ് സർക്കാർ. എന്താണ് ഈ 4000-ഓളം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചുവെക്കാനുള്ള സാഹചര്യം? ുമായി ബന്ധപ്പെട്ട സർക്കാർ സാലറി ചലഞ്ച് നടത്തിയപ്പോൾ അത് വലിയ രീതിയിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ജീവനക്കാരിൽ വലിയൊരു വിഭാഗവും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമല്ല സ്വീകരിച്ചത്. സർക്കാർ ചെയ്യേണ്ട കാര്യത്തിൽ തങ്ങളുടെ ശമ്പളത്തിലേക്ക് തുടർച്ചയായി കൈയിട്ട് വാരുന്ന സമീപനമാണ് ജീവനക്കാരുടെ സംഘടനകൾ പോലും സ്വീകരിച്ചത്. അങ്ങനെ ഏതാണ്ട് 500 കോടി പ്രതീക്ഷിച്ചെടുത്ത് 250 കോടിയിൽ താഴെ മാത്രം ലഭിച്ചതോടെയാണ് സർക്കാർ നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ലീവ് സറണ്ടർ, പ്രൊവിഡന്റ് ഫണ്ട് എന്നിവയിൽ നിന്നും പണം പിടിക്കുന്നതിന് ജീവനക്കാരുടെ പ്രത്യേക അനുമതി വേണ്ട. അത് ജീവനക്കാരുടെ സമ്മതപത്രം, നേരത്തെ ഈ സാലറി ചലഞ്ചിലുള്ള സമ്മതപത്രം, അത് ലീവ് സറണ്ടറിനും PF ലോണുകളും അപേക്ഷയായി പരിഗണിക്കാൻ ഇത്തരത്തിൽ ഈ ജീവനക്കാരുടെ ശമ്പളമൊക്കെ നൽകുന്നതും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പിടുത്തമൊക്കെ ചെയ്യേണ്ട ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം വന്നിട്ടും ഈ സാലറി ചലഞ്ചിലേക്ക്, അതായത് 20,000-ഓളം ജീവനക്കാരുടെ ശമ്പള വിഹിതം അതിൽ സാലറി ചലഞ്ച് പ്രകാരം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റുന്നതിൽ കാര്യമായ നടപടി പുരോഗമിച്ചിരുന്നില്ല. ഇതിൽ നേരത്തെ ഏപ്രിൽ മാസത്തിൽ ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർക്കുലർ സർക്കാർ പുറത്തിറക്കിയിരുന്നു. ഇങ്ങനെ സാലറി ചലഞ്ചിൽ ഈ പണം പിടിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഈ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സ്മെന്റ് ഓഫീസർമാർ അഥവാ DDOമാരുടെ ശമ്പളം അത് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ആ സർക്കുലർ. അതിൽ പ്രകാരമാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 6000-ഓളം വരുന്ന DDOമാരുടെ ശമ്പളമാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ തടഞ്ഞതിൽ 2000-ൽ താഴെ വരുന്ന DDOമാർ പെട്ടെന്ന് ഈ നടപടികൾ പൂർത്തിയാക്കി ഈ CMDRFിലേക്ക് ഈ ജീവനക്കാരുടെ വിഹിതം തിരിച്ചെടുത്തോടെ അവരുടെ ശമ്പളം സർക്കാർ കൊടുത്തു തീർത്തു. പക്ഷേ പല സാങ്കേതികപരമായ പ്രശ്നങ്ങൾ മൂലവും ഈ പണം പിരിച്ചെടുക്കുന്നതിന് സാധിക്കാതെ പോയ ഏതാണ്ട് 4000-ഓളം വരുന്ന DDOമാർക്കാണ് ഇപ്പോൾ ശമ്പളം 19 ദിവസമായിട്ടും ജൂൺ 19 ആയിട്ടും നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ജീവനക്കാരുടെ സംഘടനകളും പ്രതിപക്ഷ സംഘടനകളൊക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം ഒരു പ്രതികാര നടപടി ചരിത്രത്തിൽ കേട്ടുകേൾവി ഇല്ലാത്തതാണ് എന്നുള്ളതൊക്കെയാണ് ഈ സംഘടനകൾ ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അടക്കം ഈ സംഘടനകൾ പരാതി നൽകിയിരുന്നെങ്കിലും അതിലും കാര്യമായ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ജീവനക്കാരുടെ ശമ്പളം ഇങ്ങനെ പിടിക്കുന്നതിലുള്ള പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ ശമ്പളം ഈ പറയുന്ന സാലറി ചലഞ്ച് വഴിയുള്ള ശമ്പളത്തിന്റെ വിഹിതം അത് CMDRFിലേക്ക് മാറ്റുന്നതിന് പലവിധമായ പ്രതിസന്ധികൾ തങ്ങൾ നേരിടുന്നുണ്ടോ എന്നുള്ളതാണ് DDOമാർ അടക്കം പറയുന്നത്. സ്ഥലമാറ്റം അടക്കമുള്ള സാഹചര്യത്തിൽ പല ജീവനക്കാർക്കും പലയിടത്തേക്ക് തസ്തികമാറ്റമൊക്കെ ലഭിച്ചതുമൊക്കെ പരിഗണിച്ച് ഇതിനൊക്കെയുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ ഇത് കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സാലറി ചലഞ്ചിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികാര നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയുമാണ്. നീലിമ. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.